കെ സുരേന്ദ്രൻ പറഞ്ഞ ഇടത്ത് നിന്ന് ഞാൻ തുടങ്ങുകയാണ്. TG മോഹൻദാസ് എന്ന് പറയുന്ന കൊടും ഭീകരനെ കേരള പോലീസ് ഓടിച്ചിട്ട് പിടിച്ച് ഒരു രാത്രി മുഴുവൻ 70 വയസ്സ് കഴിഞ്ഞ ആ ഒരു കൊടും ഭീകരനെ, കേരളത്തിനെ മുഴുവൻ ആ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് നിർത്തിയ ആ കൊടും ഭീകരനെ എറണാകുളത്ത് നിന്ന് രാത്രിയിൽ വണ്ടിയിൽ തിരുവനന്തപുരം വരെ കൊണ്ടെത്തിച്ച് ഇത്രയും വലിയ കോലാഹലവും ബഹളവും കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും അവിടെ വന്ന് നിന്നത് ആ 5 അടി പൊക്കമുള്ള ആ മനുഷ്യൻ, 70 കഴിഞ്ഞ മനുഷ്യനെ എനിക്ക് സത്യം പറഞ്ഞാൽ ചിരി വരുന്നുണ്ട്. എനിക്ക് ഇവരോട് സഹതാപവും തോന്നുന്നുണ്ട്. കാരണം നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ സർക്കാർ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം ഈ വേറെ പണിയില്ല എന്നുള്ളതിനപ്പുറത്തേക്ക് വേറെ ഒന്നും ചോദിക്കാൻ വേണ്ടിയിട്ടില്ല. എന്താ കേരളത്തിൽ നടക്കുന്നത്? കേരളത്തിൽ ഏറ്റവും വലിയ പ്രശ്നം ഒരിടത്ത് പ്രളയം നടക്കുന്നു, അല്ലേ, വെള്ളപ്പൊക്കം കയറുന്നു, ഇത്രയും വലിയ പ്രശ്നങ്ങൾ നടക്കുന്നു കേരളത്തിൽ. ഇതൊന്നും പരിഹരിക്കാൻ വേണ്ടിയിട്ട് കേരള സർക്കാരിന് യാതൊരു സമയവും ഇല്ല, സാവകാശവും ഇല്ല. പകരം TG മോഹൻദാസിനെ പോലെ വളരെയധികം റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരാൾ, നമ്മുടെ പൊതു ഇടത്തിൽ വളരെ ഓപ്പണായിട്ട് ജീവിക്കുന്ന ഒരാൾ, ഒരു ഒളിയും മറയുമില്ലാതെ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെയും ആദർശങ്ങളെയും എല്ലാ ഇടത്തും പബ്ലിക്കായിട്ട് പറയുവാൻ തയ്യാറായിട്ടുള്ള ഒരാൾ, ഏതൊരു സംവാദത്തിലും നെഞ്ചുവിരിച്ച് മുന്നിട്ടിറങ്ങി നിന്ന് കാര്യങ്ങളെ സംവദിക്കുവാൻ തയ്യാറായിട്ടുള്ള ഒരാൾ, അദ്ദേഹത്തോട് സംവദിച്ച് ജയിക്കാൻ കഴിയില്ല എന്ന് ഉള്ള ഒരു ബോധ്യത്തിൻ്റെ പുറത്ത് അദ്ദേഹത്തെ കേരളത്തിലെ ചാനലുകൾ മുഴുവൻ ബഹിഷ്കരിക്കുകയും അദ്ദേഹത്തെ ചാനൽ ചർച്ചകളിൽ നിന്നുൾപ്പെടെ പാടെ മാറ്റി നിർത്തുകയും ഒക്കെ ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ നാവിൻ്റെ ചൂടറിയാത്ത ആങ്കർമാർ എത്ര പേരാണ് കേരളത്തിലുണ്ടാവുക? അദ്ദേഹത്തിൻ്റെ ബൗദ്ധികതയ്ക്ക് മുമ്പിൽ അടിയറ വയ്ക്കാത്ത ഏതൊരു രാഷ്ട്രീയ പ്രതിയോഗിയാണ് അപ്പുറത്തുണ്ടായിരുന്നത്? ഇന്ന് വരെയും TG മോഹൻദാസ് സാർ എന്ന് പറയുന്ന മനുഷ്യൻ ഒരു ചർച്ചയ്ക്ക് വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മുന്നിൽ ചരിത്രമായിക്കോട്ടെ, സാംസ്കാരികമായിക്കൊണ്ട് പോട്ടെ, മറ്റെന്തെങ്കിലും വിഷയമായിക്കൊണ്ട് പോട്ടെ, സംസാരിച്ച് പിടിച്ചു നിൽക്കുന്നത് നമ്മൾ ആരും തന്നെ കണ്ട ചരിത്രമില്ല. ഞാൻ തുടർന്ന് വെല്ലുവിളിച്ച് തന്നെ പറയുകയാണ്, നിങ്ങൾക്ക് അത്തരത്തിൽ അദ്ദേഹത്തിന് അടിയറവ് പറ്റിപ്പോയിട്ടുള്ള ഏതെങ്കിലും ഒരു ക്ലിപ്പ്, സാധാരണ ഏത് മനുഷ്യനും അത്തരത്തിലൊക്കെ സംഭവിക്കും. നമ്മൾ പോലും ചർച്ചകൾക്ക് കയറുന്ന സമയത്ത് ചില സമയത്ത് നമുക്ക് പോലും ഉത്തരം മുട്ടിപ്പോകും. പക്ഷേ ഇന്ന് വരെയും TG മോഹൻദാസ് എന്ന് പറയുന്ന ഒരാൾ അങ്ങനെ ഇരുന്ന് പോകുന്ന നമ്മൾ ആരും തന്നെ കാണുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി, നമ്മുടെ മുമ്പിൽ പകൽ വെളിച്ചം പോലെ ഉള്ള ഒരാൾ, ആ വ്യക്തിയെ രാവിലെ 9:55 അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ട് വൈകുന്നേരം പോയി അറസ്റ്റ് ചെയ്തിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. രാവിലെ 9:55 പോലീസ് അവിടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നിട്ട് പോയി അറസ്റ്റ് ചെയ്തത് വൈകുന്നേരം. എന്നിട്ട് രാത്രി മുഴുവൻ ആ 70 കഴിഞ്ഞ മനുഷ്യനെ അവിടെ നിന്ന് വണ്ടി ഓടിച്ച് ഇവിടം വരെ കൊണ്ടുവന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഷുഗർ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഒരാളാണ്. അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്ന് ഈ തരത്തിൽ ഒരു പ്രഹസനം കാണിക്കേണ്ടുന്ന എന്ത് ആവശ്യമായിരുന്നു ഈ സർക്കാരിനുണ്ടായിരുന്നത്? എനിക്കറിയില്ല. അദ്ദേഹം നടത്തിയിരിക്കുന്ന പ്രസ്താവനകൾ, ആ പ്രസ്താവനകളെ സംബന്ധിച്ചിടത്തോളം നോക്കൂ, അതിപ്പോൾ ഒരു സംഘടനയുടെ തലയിലേക്ക് വെക്കുമ്പോൾ മാത്രമാണ് എന്താണ് ആ സംഘടനയ്ക്ക് അതിൽ നിന്ന് ഡിസ്റ്റൻസ് ചെയ്യേണ്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. നോക്കൂ, TG മോഹൻദാസ് സാർ പറഞ്ഞത് തെറ്റാണെന്നോ, TG മോഹൻദാസ് സാറിനെ തൂക്കിക്കൊല്ലേണ്ടതാണെന്നോ, അല്ലെങ്കിൽ TG മോഹൻദാസ് ഞങ്ങളുടെ ആളല്ലെന്നോ ഒരു തരത്തിലും സംഘടന പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. പക്ഷേ അവിടെ എവിടെയാണ് പ്രശ്നം സംഭവിച്ചത്? നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളെല്ലാം കൂടി ഇതേ RSSന്റെ അഭിപ്രായം ഇന്നതാണ്, അല്ലെങ്കിൽ BJPയുടെ അഭിപ്രായം ഇന്നതാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും RSSന്റെയോ BJPയുടെയോ ഔദ്യോഗികമായിട്ടുള്ള അഭിപ്രായമല്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്നുള്ളൊരു ഡിസ്റ്റൻസ് ഇടേണ്ടി വരും. സ്വാഭാവികമാണ്. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ് എന്ത് പറയണം എന്ത് പറയേണ്ട എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട്. ആ പറയുന്നതിനകത്ത് പൊളിറ്റിക്കലി ശരിയായിട്ടോ പൊളിറ്റിക്കലി തെറ്റാണോ അത് ഒരു ഡിബേറ്റിന് നമുക്ക് പോകേണ്ട ഒരു വിഷയമാണ്, ചർച്ചാ വിഷയമാണ്, താർക്കികമായിട്ടുള്ളൊരു വിഷയമാണ്. പക്ഷേ ഞാൻ പറയുന്നത്, ഈ നാട്ടിൽ പൊളിറ്റിക്കലി കറക്റ്റ് അല്ലാതെ സംസാരിക്കുന്ന ആൾക്കാരെ മുഴുവൻ പിടിച്ച് ജയിലിലിടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എത്ര കമ്മ്യൂണിസ്റ്റുകാർക്ക് വെളിയിലിറങ്ങി നടക്കാൻ വേണ്ടിയിട്ട് സാധിക്കും? നമ്മുടെ എത്ര കോൺഗ്രസിന്റെ നേതാക്കൾക്ക് ഇവിടെ വെളിയിലിറങ്ങി നടക്കാൻ വേണ്ടിയിട്ട് സാധിക്കും? എന്ത് തരത്തിലുള്ള ഒരു ജനാധിപത്യ പ്രക്രിയയാണ് അത്തരത്തിലുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്? ഇവിടെ നമ്മുടെ ദീപ നിശാന്ത് എന്ന് പറയുന്ന ഒരു ഇടത് സഹയാത്രികയുണ്ട്. അവർ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഫേസ്ബുക്കിനകത്ത് അവരൊരു പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റിലൂടെയാണ് അവർ വളരെ പ്രശസ്തയായിട്ട് മാറുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. എന്താണ്? BJPക്ക് വോട്ട് ചെയ്തിട്ടുള്ള ഏതാണ്ട് 33 കോടി മനുഷ്യരെ വെടിവെച്ച് കൊന്നിട്ടായാലും, പറഞ്ഞൊരു വാചകമാണ്, അവർ എഴുതിയിട്ട വാചകമാണ്, വെടിവെച്ച് കൊന്നിട്ടായിരുന്നാലും ശരി തന്നെയാണ് ഈ സ്ഥിതിയെ മാറ്റണം എന്നുള്ളതിനെ കുറിച്ചിട്ട് എന്ത് നടപടിയെടുത്തു? TG മോഹൻദാസ് സാർ പറഞ്ഞിരിക്കുന്നത് ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട്, ആ സമരവുമായി ബന്ധപ്പെട്ടിട്ട് നടക്കേണ്ടിയിരിക്കുന്ന ഒരു SOP കുറിച്ചിട്ട് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹമായിരുന്നു ഭരണാധികാരിയെങ്കിൽ ആദ്യം അവരോട് ശാന്തമായി പറയും, പിന്നീട് അവരോട് കർക്കശമായി പറയും, പിന്നീട് ആകാശത്തേക്ക് വെടിവെക്കും, വീണ്ടും ആ ആൾക്കൂട്ടം അക്രമാസക്തമാകുന്നത് കണ്ടാൽ ഞാനായിരുന്നു പ്രധാനമന്ത്രിയെങ്കിൽ വെടിവെച്ചേനെ ആയിരുന്നു എന്നാണ് പറയുന്നത്. ഈ നാട്ടിൽ ഇതിനു മുമ്പ് ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ലേ? കോൺഗ്രസ് ഭരിക്കുന്ന കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾ പ്രക്ഷോഭം നടത്തുമ്പോൾ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സന്യാസിമാർ പ്രക്ഷോഭം നടത്തിയപ്പോൾ 1966 ഉൾപ്പെടെ വെടിവെച്ച് കൊന്ന ചരിത്രം ഇവിടെ ഉണ്ടായിട്ടില്ലേ? സിംഗൂരിലും നന്ദിഗ്രാമിലും പാവപ്പെട്ട കർഷകർ അവിടെ സമരം ചെയ്യുമ്പോൾ അവരെ വെടിവെച്ച് കൊന്ന ചരിത്രം ഇടതുപക്ഷ സർക്കാരിനുണ്ടായിട്ടില്ലേ? ഇവിടെ നമ്മുടെ നാട്ടിൽ അറിയാലോ, പുഷ്പനെ അറിയാമോ എന്ന പാട്ട് പോലും ഉണ്ടായത് ഒരു പ്രതിഷേധത്തെ തുടർന്നിട്ട് വെടിവയ്പ്പിലൂടെയാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ നാട്ടിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തതോ കേട്ടിട്ടില്ലാത്തതോ ഭരണാധികാരികൾ ചെയ്തിട്ടില്ലാത്തതോ ആയിട്ടുള്ള ഒരു സംഗതി അല്ല വെടിവെക്കുക എന്ന് പറയുന്ന ഒരു കലാപം, അല്ലെങ്കിൽ ഒരു സമരം അക്രമമായിട്ട് മാറിക്കഴിഞ്ഞാൽ ആ അക്രമത്തിന് നേരെ വെടിവെക്കുക എന്ന് പറയുന്നത് ചരിത്രത്തിൽ ഇല്ലാതായിട്ടുള്ള സംഭവമൊന്നുമല്ല. പക്ഷേ നരേന്ദ്രമോദി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു സമരത്തോട് ഏറ്റവും ജനാധിപത്യപരമായി അങ്ങേയറ്റം ക്ഷമയോടുകൂടി ഇടപെടണമെന്നുള്ളത് കൊണ്ട് അവർ അത്തരത്തിലേക്ക് പോയിട്ടില്ല. പക്ഷേ താനായിരുന്നു ഭരണാധികാരിയെങ്കിൽ അങ്ങനെ പോകുമായിരുന്നു എന്നാണ് പറഞ്ഞത്. അതിനകത്ത് എവിടെയാണ് കേസെടുക്കാൻ വേണ്ടിയിട്ട് പ്രൊവിഷൻ ഉള്ളത്? പിന്നെ അദ്ദേഹം സ്ത്രീകളെക്കുറിച്ച് പറഞ്ഞു, സമരം ചെയ്ത സ്ത്രീകളെക്കുറിച്ച് പറഞ്ഞു എന്നാണ് അവർ പറയുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ചിലർ പറഞ്ഞ പ്രസ്താവനകൾ ഇന്നും നമ്മുടെ പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. മൂന്നാറിൽ തോട്ടം മേഖലയിൽ
പാവപ്പെട്ട തൊഴിലാളികൾ അവിടെ സമരം ചെയ്യുന്ന സമയത്ത് ഈ മുൻ സർക്കാരിലെ മന്ത്രിയായിരുന്ന ഒരാൾ എം മണി അദ്ദേഹം പറഞ്ഞത് അവർക്ക് അവിടെ കാട്ടിൻ്റെ ഇടയിൽ മറ്റേ പണിയാണെന്നാണ് പറഞ്ഞത്. അതായത് തൊഴിൽ ചെയ്യുന്ന പാവപ്പെട്ട സ്ത്രീകളെ സമരം ചെയ്യുന്ന പാവപ്പെട്ട തൊഴിലാളികളായിട്ടുള്ള സ്ത്രീകളെ കുറിച്ച് പറഞ്ഞത് അവർക്ക് അവിടെ മറ്റേ പണിയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനെതിരായിട്ട് ഇവിടെ കേസുണ്ടാകണ്ടേ? ഇവിടെ കരിങ്കൊടി കാണിക്കാൻ വേണ്ടി DYFIക്കാരും SFIക്കാരും ഒക്കെ മുൻനിരയിലുണ്ടായിരുന്നല്ലോ. പൊളിറ്റിക്കലി കറക്റ്റ് അല്ല പറഞ്ഞത് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പൊളിറ്റിക്കലി കറക്റ്റ് അല്ലാതെ പറഞ്ഞ M മണിക്കെതിരായിട്ട് കരിങ്കൊടി ഉയർത്താൻ വേണ്ടിയിട്ട് ഈ DYFIക്കാർ എവിടെ പോയിരുന്നു? ഈ SFIക്കാർ എവിടെ പോയിരുന്നു? ഇന്ന് വലിയ വായിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് വിളിച്ചു പറയുന്ന ഇടതുപക്ഷക്കാർ എവിടെ പോയിരുന്നു? നിങ്ങളില്ലായിരുന്നു ഈ പരിസരത്ത്. ഇനി ഞാനൊന്ന് ചോദിച്ചോട്ടെ, കോൺഗ്രസ്സുകാരോട് ഉൾപ്പെടെ ഞാൻ ചോദിക്കുന്ന ചോദ്യമാണ്. ഇവിടെ മീശ ഹരീഷ് എന്ന് പറയുന്ന ഒരാൾ മീശ എന്ന് പറയുന്ന ഒരു നോവൽ എഴുതിയിട്ട് ഹിന്ദു സ്ത്രീകൾ ക്ഷേത്രത്തിൽ പോകുന്നത് അവര് ഇന്ന് പീരീഡ്സിലല്ല എന്നും അവർക്ക് ലൈംഗിക ബന്ധത്തിന് ഇന്ന് താല്പര്യമുണ്ട് എന്ന് അവിടെ നിൽക്കുന്ന പൂജാരി അറിയിക്കാനും നാട്ടുകാരെ അറിയിക്കാനും വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ടൊരു മീശ ഹരീഷ് ഇവിടെ ഒരു നോവൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് നിങ്ങൾ ഡിഫെൻഡ് ചെയ്യാൻ വന്നതല്ലാണ്ട് അതിനകത്ത് പൊളിറ്റിക്കൽ കറക്റ്റ്നസ് നിങ്ങൾ തിരഞ്ഞോ? ആ ഹരീഷിനെതിരായിട്ട് നിങ്ങൾ ആരെങ്കിലും സംസാരിച്ചോ? ഇല്ല എന്ന് മാത്രമല്ല, ഇന്നത്തെ നമ്മുടെ ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർ ആ ഹരീഷിന് പിന്തുണ നൽകാൻ വേണ്ടിയിട്ടാണ് പോയത്. അയാൾക്കെതിരെ അറസ്റ്റ് ചെയ്യണ്ട, അയാൾക്കെതിരെ ഒരു കേസ് എങ്കിലും എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറായോ? ഇല്ല. പകരം നിങ്ങൾ എന്താ ചെയ്തത്? നിങ്ങൾ അയാൾക്ക് പിന്തുണ നൽകാൻ വേണ്ടിയിട്ട് പോയി. നിങ്ങൾ വന്ന് നിന്ന് പൊളിറ്റിക്കൽ കറക്റ്റ്നസിനെ കുറിച്ച് സംസാരിക്കരുത്. നിങ്ങൾക്ക് അതിനുള്ള യാതൊരു തരത്തിലുള്ള യോഗ്യതയില്ല. അത് ഇടതുപക്ഷത്തിനായി കൊണ്ടുപോട്ടെ, ഇവിടുത്തെ കോൺഗ്രസിനായി കൊണ്ടുപോട്ടെ, അതിനുള്ള യാതൊരു തരത്തിലുള്ള യോഗ്യതയില്ല. അദ്ദേഹം പറഞ്ഞതില്ല പൊളിറ്റിക്കൽ, അതാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിന് പറഞ്ഞ പോലെ പൊളിറ്റിക്കൽ കറക്റ്റ്നസിനെ കുറിച്ചിട്ട് നമുക്ക് ചർച്ച നടത്താം, നമുക്ക് സമ്മതിക്കാം. പക്ഷേ അത് ചോദിക്കാൻ നിങ്ങൾ ആരാണ് എന്നുള്ള ചോദ്യവും വളരെ പ്രസക്തമാണ്. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും വന്ന തെറ്റ് അത് തിരുത്തേണ്ട ആളുകൾ തന്നെ അദ്ദേഹത്തെ ന്യായീകരിക്കാൻ വേണ്ടി കാണിക്കുന്ന ഈ വ്യഗ്രതയുണ്ടല്ലോ, അത് ശരിയല്ല. അത് ഏത് പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്നവരായാലും അവർ കാണിക്കുന്ന തെറ്റ് തെറ്റാണ് എന്ന് അദ്ദേഹത്തിനോട് മുഖത്ത് നോക്കി പറയുന്നിടത്താണ് ജനാധിപത്യമുള്ളത്. അവർ പറയണം, നിങ്ങൾ ചെയ്തത് ശരിയല്ല, നിങ്ങൾ ചെയ്ത് ആവർത്തിക്കരുത്. കോൺഗ്രസിന്റെ നേതാക്കൾ അങ്ങനെ പറയാറുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ സമസ്ത എന്ന് പറയുന്ന സംഘടന, ഞാനൊരു ഉദാഹരണം പറയുക, ഈ സമസ്തയുടെ നേതാക്കൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ സ്ത്രീ വിരുദ്ധ തന്നെ പറയുന്ന സംഘടനയാണ്. അന്ന് എന്തേ ഒരു കോൺഗ്രസിന്റെ ആരും ഒരു നല്ല പ്രതികരണം ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അല്ല, സമസ്ത അങ്ങനെ പറയുന്ന സംഘടനയാണെങ്കിൽ സമസ്തയുമായി ബന്ധപ്പെട്ട് താങ്കൾ കേസ് കൊടുക്കണമെന്നേ. പക്ഷേ സമസ്തയുടെ ആളുകൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ പച്ചയായ സ്ത്രീവിരുദ്ധത പറയുകയാണ്. ഒരു പരാതി കോൺഗ്രസ് കൊടുത്തിട്ടില്ല, ഒരു നടപടി എടുത്തിട്ടില്ല ഇതുവരെ. അല്ലെ, എന്ത് പദവുമായി ബന്ധപ്പെട്ടാണ്? കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ മുന്നിൽ, ഇപ്പോൾ ഉള്ള ഗവൺമെന്റിന്റെ മുന്നിൽ അങ്ങനെയുള്ള ഏത് കേസാണ് കാണിക്കാൻ? ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ. അല്ല യുവരാജ്, ഒറ്റ കാര്യം പറയട്ടെ, ഞാൻ പറയുന്നത് മനസ്സിലാക്കണം. ഈ ഗവൺമെന്റിന്റെ മുന്നിൽ, ഈ 3 മാസമായ ആഭ്യന്തര വകുപ്പിന്റെ മുന്നിൽ ഉണ്ടായ കേസ് ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞുതരാം. ഒരു സെക്കൻഡ് എനിക്ക് തരൂ, ഞാൻ പറഞ്ഞുതരാം. ഒറ്റ സെക്കൻഡ് എനിക്ക് തരൂ, ഞാൻ പറഞ്ഞുതരാം. ഈ കഴിഞ്ഞ 3 മാസത്തിനകത്തല്ല, ഈ കഴിഞ്ഞ 3 ആഴ്ചക്കകത്തുള്ള ഒരു സംഭവം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ശരി, ഞാൻ അതാണ് ആദ്യമേ പറഞ്ഞത്. രജനെ, ഒരു വിഷയത്തിനകത്തുള്ള പൊളിറ്റിക്കൽ കറക്റ്റ്നസിനെ കുറിച്ചിട്ട് നമുക്ക് ചർച്ച നടത്താം. ആ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് ഉള്ള ചില വിഷയങ്ങളിൽ നമുക്ക് യോജിക്കുകയും വിയോജിക്കുകയും ചെയ്യാം. ആ അല്ലല്ല, ഞാൻ പറഞ്ഞോട്ടെ. ഇപ്പൊ TG മോഹൻദാസ് ടി ജി മോഹൻദാസിനെ അങ്ങേയറ്റം ഏതാണ്ട് സ്വാതന്ത്ര്യ സമര സേനാനിയെ പോലെ വലിയ വായി പുകഴ്ത്തുകയും ആ ഒരു വശം മാറ്റി നിർത്തിക്കൊണ്ട് അതേ നാവ് കൊണ്ട് തന്നെ തിരിച്ചു പറയുകയും ചെയ്തത് എന്തിനാണ്? അല്ല, ഞാൻ എന്ത് തിരിച്ചു പറഞ്ഞു? എന്നെ പറഞ്ഞു, ഞാനൊന്ന് ചോദിച്ചോട്ടെ. അങ്ങയുടെ മുമ്പിൽ ഒരു കേസ് ഞാൻ കാണിച്ചു തരാം. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറയുന്നത് അങ്ങ് അക്ഷമ കാണിക്കാതിരിക്കും. ഞാൻ ആ വിഷയം ഒന്ന് പറഞ്ഞോട്ടെ. നോക്കൂ, ഇന്ത്യൻ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ അച്ഛൻ മരിച്ചുപോയി 3 വർഷത്തിന് ശേഷമാണ് ജനിച്ചതെന്നും അച്ഛനില്ലാതെ ജനിച്ച ഒരു കുട്ടിയാണ് എന്നും പറഞ്ഞിട്ട് കേരളത്തിൽ നിന്നിട്ട് നിങ്ങളോടൊപ്പം രാഷ്ട്രീയമായി സഹചരിക്കുന്ന ഒരു വ്യക്തി പറഞ്ഞതിന്റെ പേരിൽ കേരളത്തിൽ 65-ലധികം പോലീസ് സ്റ്റേഷനുകളിൽ പരാതി കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ആഭ്യന്തര വകുപ്പ് ഒരു FIR ഇടാൻ വേണ്ടിയിട്ട് പോലും തയ്യാറാകുന്നില്ല. ഒടുവിൽ കോഴിക്കോട് മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള നവ്യ ഹരിദാസ് കൊടുത്ത കേസിനകത്ത് സൈബർ പോലീസ് FIR എടുത്തിട്ടുണ്ട്. എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? ഒരു സ്ത്രീയാണ് അവിടെ അപമാനിക്കപ്പെട്ടിരിക്കുന്നത്. 100 വയസ്സ് വരെ ജീവിച്ച്, ഏറ്റവും നന്നായിട്ട് ജീവിച്ച്, അയൽ വീടുകളിൽ പാത്രം കഴുകി, അവിടുത്തെ തറ തുടച്ച്, അവിടെ തുണി അലക്കി, ഒരു മകനെ അല്ലെങ്കിൽ തന്റെ കുടുംബത്തിനെ പോറ്റി വളർത്തിക്കൊണ്ടുവന്ന ഒരു പാവപ്പെട്ട സ്ത്രീയെ കുറിച്ചിട്ട് ഇത്രയും പച്ചയായ അനാവശ്യം ഈ കേരള സംസ്ഥാനത്തിനകത്ത് പറഞ്ഞിട്ട്, അതും എന്റെയും രജിന്റെയും കൂടിയുള്ള പ്രധാനമന്ത്രിയുടെ അമ്മയെ കുറിച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ട് പോലീസ് കേസെടുത്തിട്ട് നിങ്ങൾ എന്തുകൊണ്ട് FIR രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസാണ് എന്തുകൊണ്ട് ചെയ്യുന്നില്ല? നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിക്ക് കീഴടങ്ങി ഭരിക്കുന്ന ഒരു സർക്കാരാണെന്നേ, നിങ്ങൾക്ക് നട്ടല്ലില്ലെന്നേ, അതുകൊണ്ടാണെന്നേ, അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല. നിങ്ങൾ ഒരു കേസ് പറഞ്ഞു തരാൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഒരു കേസ് പറഞ്ഞു തന്നു. എന്തുകൊണ്ട് നിങ്ങളുടെ സർക്കാർ കേസെടുക്കാൻ തയ്യാറാകുന്നില്ല? അല്ലെങ്കിൽ നിങ്ങൾ അത് എന്തുകൊണ്ട് മുമ്പോട്ട് പോകാൻ തയ്യാറാകുന്നില്ല? 65-ലധികം പോലീസ് സ്റ്റേഷനുകളിൽ പരാതി കൊടുത്തിട്ടുണ്ട്. രജനെ, നിങ്ങളുടെ കേരള പോലീസിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ തൊഴുത്തിലേക്ക് കൊണ്ട് കിട്ടിയിരിക്കുകയാണ് നിങ്ങൾ. ഉത്തരവാദിത്ത ബോധമുള്ള ഒരു സംഘടനയാണ് RSS. ഈ പ്രസ്താവന വന്നത് ഉടനെ തന്നെ RSS അദ്ദേഹത്തിന്റെ പ്രസ്ഥാനയെ നിഷ്കരണം തള്ളിക്കളഞ്ഞു. BJP നേതൃത്വം തള്ളിക്കളഞ്ഞു. പക്ഷേ യുവമോർച്ചയുടെ നേതാവടക്കം ഇവിടെ വന്നിരുന്നു കൊണ്ട്
അദ്ദേഹത്തെ എന്തോ ഒരു വീര ഇതിഹാസ നായകനായി ചിത്രീകരിക്കാനാണ് ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ പൊന്നു സാറേ, ഞാനൊന്ന് പറഞ്ഞോട്ടെ, എനിക്ക് മുമ്പ് ഈ ചർച്ച തുടങ്ങി വെച്ച ശ്രീ യുവരാജ് ഗോകുൽ, അദ്ദേഹം BJPയുടെ പ്രതിനിധിയായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. താങ്കൾ ഈ ചർച്ചയ്ക്ക് ശേഷം ഒന്ന് റിവൈൻഡ് ചെയ്താൽ താങ്കൾക്ക് കൃത്യമായി കേൾക്കാൻ സാധിക്കും. അദ്ദേഹം പോലും പറഞ്ഞു, ഇദ്ദേഹം ഈ പറഞ്ഞ അഭിപ്രായത്തോട് ഞങ്ങൾക്ക് ആർക്കും യോജിപ്പില്ല എന്ന്. യോജിപ്പിന്റെ വിഷയം പൊളിറ്റിക്കലി കറക്റ്റ് ആണോ അല്ലയോ ചർച്ചയ്ക്ക് വിധേയമായിട്ടാണ്. മോഹൻദാസിന്റെ അഭിപ്രായത്തോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. അത് ചൂണ്ടിക്കാട്ടുമ്പോൾ നിങ്ങൾ പറയാൻ അങ്ങനല്ലാന്ന്. എത്ര അപഹാസ്യമാണിത്. നിലപാട് കുറച്ച് നിൽക്കൂ. നിങ്ങൾ പറഞ്ഞു, പറയൂ. അല്ല, ഞാനെന്ന് പറഞ്ഞോട്ടെ സാറേ, പിന്നെ നിങ്ങൾ പറഞ്ഞോളൂ. BJPക്ക് 3 സീറ്റേ ഉള്ളെങ്കിലും BJP ആണ് കൃത്യമായിട്ട് ഇവിടെ ഭരിക്കുന്നത്. കാരണം PM ശ്രീ നടപ്പിലാക്കാൻ ഞങ്ങൾ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന അതേ KM ഷാജി എന്നെ അത് ഒപ്പിട്ട് കൊടുക്കാൻ പോകുന്നത്, നടപ്പിലാക്കാൻ പോകുന്നത്. സവർക്കറെ വലിയ ജേതാവായിട്ടും സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും കൂടുതൽ പങ്കെടുത്ത ആളെന്നുള്ള റെക്കോർഡ് ഒപ്പിട്ട് കൊടുക്കുന്നത് VD സതീശന്റെ ഗവൺമെന്റാണ്. അങ്ങനെ സമാനമായിട്ട് BJPയും RSSും എന്താണോ ആഗ്രഹിക്കുന്നത് അത് മുഴുവൻ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണിത്. വെറുതെ നിങ്ങൾ രണ്ടാളും കൂടി, വിശേഷിച്ച് യുവാക്കള്, ഈ 2 പാർട്ടികൾക്കും വേണ്ടി തമ്മിലടിക്കേണ്ട ഒരു കാര്യവും ഉണ്ടതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ സമസ്ത, താങ്കൾ പറഞ്ഞല്ലോ ലോക ഭീകരനായ മഅ്ദനി. ഈ ലോക ഭീകരനായ മഅ്ദനി 9.5 വർഷക്കാലം ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ ഒരൊറ്റ മിനിറ്റ് പോലും ജാമ്യം കൊടുക്കാതെ, ചികിത്സ കൊടുക്കാതെ 120 കിലോ ഭാരമായിട്ട് പോയ ആ മനുഷ്യൻ 35 കിലോ ആയിട്ടാണ് തിരിച്ചു വന്നേ. 9.5 വർഷത്തിന് ശേഷം എത്രയോ ഫയലുകൾ പരിശോധിച്ച്, എത്ര കോടതികൾ പരിശോധിച്ച്, 100 രൂപയുടെ ഒരു പെറ്റി കേസിൽ അദ്ദേഹത്തെ പ്രതിയാക്കപ്പെട്ടിട്ടുണ്ടോ? 1 മണിക്കൂർ തടവിൽ വെച്ചിട്ടുണ്ടോ? ജഡ്ജി പറഞ്ഞത് എനിക്ക് ലജ്ജ തോന്നുന്നതാണ്. നിങ്ങൾ വിട്ടില്ല അദ്ദേഹത്തെ. നിങ്ങൾ വിട്ടില്ല അദ്ദേഹത്തെ. സുപ്രീം കോടതി പറഞ്ഞത് ഈ തീവ്രവാദി പുറത്തിറങ്ങി കഴിഞ്ഞാൽ നാടിന് ആപത്താണ്. അതെ, സുപ്രീം കോടതി ഈ കൊടും തീവ്രവാദി പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഈ നാടിന് ആപത്താണെന്ന് സുപ്രീം കോടതി പറഞ്ഞത്. അല്ലെ, അങ്ങനെയാണെങ്കിൽ മന്ത്രി എന്താ പുറത്തിറങ്ങാൻ? ഞാൻ ചോദിക്കുന്നത് ശ്രീ ജലീൽ പുനലൂർ, UPA സർക്കാർ കേന്ദ്രം ഭരിച്ചു, കർണാടക കോൺഗ്രസ് ഭരിച്ചു, കോൺഗ്രസും UPAയും സംസ്ഥാനവും കേന്ദ്രം ഒരുമിച്ച് ഭരിച്ചിട്ട് പോലും ഈ മന്ത്രി പുറത്തിറങ്ങിയിട്ടില്ല. ആ വിഷയത്തിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഞങ്ങൾ 9.5 വർഷം അല്ലട്ടെ, ഞാൻ പറഞ്ഞ 9.5 വർഷം ഞങ്ങൾ അകത്തിട്ടു എന്ന് പറഞ്ഞത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2005 നമ്മുടെ പിണറായി വിജയൻ ഇദ്ദേഹത്തെ കസേരയൊക്കെ അടുത്തിരുത്തി ബാധ കൂടുന്നത് പോലെ കൂടിയപ്പോൾ ഇവിടുന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. അറുവാശ്ശേരിയിൽ വലിയ പ്രശ്നമൊക്കെ ഉണ്ടായി, അദ്ദേഹത്തെ അവിടുന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. അന്ന് കേന്ദ്രം ഭരിക്കുന്നതും BJP അല്ല, കേരളം ഭരിക്കുന്നതും BJP അല്ല. പിന്നെ എന്തുകൊണ്ടാണ് സംഭവിച്ചത്? ചോദിക്കാനുണ്ട്. അല്ല, അങ്ങയുടെ ചോദ്യം ചോദിക്കാനുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ INLന്റെയോ മറ്റോ നേതാക്കള്, അല്ലെങ്കിൽ എവിടെ നിങ്ങളുടെ ഭാഗത്തുള്ള ഏതെങ്കിലും നേതാക്കള് എന്തെങ്കിലും ഇതുപോലത്തെ വിവരക്കേട് വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾ അടിച്ച് ചെവിക്കരണം പൊട്ടിക്കും. നിങ്ങൾക്ക് ഉണ്ടെന്നാണ് നിങ്ങൾ പറഞ്ഞത്. നിങ്ങളുടെ മുന്നണിയുടെ നേതാവായിരുന്നു, നിങ്ങളുടെ മുന്നണിയുടെ ഇടതുപക്ഷ മുന്നണിയുടെ നേതാവായിരുന്നിട്ടുള്ള ശ്രീ MM മണിയാണ് സമരം ചെയ്യുന്ന സ്ത്രീകളെ നോക്കിയിട്ട് ഇവർക്ക് മറ്റേ പണിയാണെന്ന് പറഞ്ഞത്. മണിയുടെ കരണം അടിച്ചു തിരിച്ച ഒരു INL നേതാവിനെ സമരം ചെയ്യുന്ന സ്ത്രീകളെ നോക്കിയിട്ട് ഇവർക്ക് ഇവിടെ മറ്റേ പണിയാണ് എന്ന് പറഞ്ഞ ഒരാളെ കുറിച്ചിട്ട് നിങ്ങളുടെ കൂട്ടത്തിലുള്ളപ്പോ നിങ്ങൾ എന്ത് നടപടി എടുത്തു എന്നാണ് ചോദിച്ചത്. നിങ്ങൾ അതാണ് നിങ്ങൾ ചെയ്തത്. നാട്ടുഭാഷ എന്ന് പറഞ്ഞത് നിങ്ങൾ ന്യായീകരിച്ചു. അത് മാത്രമല്ല, നിങ്ങൾ പറഞ്ഞത് കർണ അടിച്ചു എന്നാണ് പറഞ്ഞത്. നിങ്ങൾ എവിടെ കർണ അടിച്ചു? ഈ അർജുൻ ആയങ്കിയെ അറസ്റ്റ് ചെയ്തിട്ടും എന്തുകൊണ്ട് TG അറസ്റ്റ് ചെയ്യുന്നില്ല? ആ രീതിയിലുള്ള നെഗറ്റീവ് ഒക്കെയാണ് ഇവിടെ സൃഷ്ടിക്കാൻ ശ്രമിച്ചത്. അല്ല, തീർച്ചയായിട്ടും ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, കാരണം മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് TGയോട് തീർത്താൽ തീരാത്ത ഒരു വിരോധവും പകയുമുണ്ട്. കാരണം ഒരു പരിധിവരെ ഏറ്റവും ആദ്യം അവരെ മുട്ടുകുത്തിച്ച ഒരു സംഘപരിവാർ ഭാഗത്തുണ്ടായിരുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് TG തന്നെയാണ്. ഇന്നും അവരെ സംബന്ധിച്ചിടത്തോളം TGയോട് മുട്ടി നിൽക്കാൻ ആവതുള്ള ആങ്കർമാർ ആരും തന്നെ ഇന്ന് മലയാള മാധ്യമരംഗത്തില്ല എന്നുള്ള കാര്യം ഒരു വസ്തുതയാണ്. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി ചുരുക്ക് ഈ ഒരു വിഷയം വന്ന സമയത്ത് ഒരു മുതലെടുപ്പ് നടത്തിക്കൊണ്ട് ചൊറിഞ്ഞു തീർക്കുക എന്ന് പറയുന്ന പരിപാടിയാണ് നിലവിൽ കേരളത്തിലെ നമ്മുടെ മാധ്യമ പ്രവർത്തകരെന്ന് പറയുന്ന ആൾക്കാർ, ഇടതുപക്ഷക്കാരാണ് ഈ പറയുന്ന മാപ്ര എന്ന പേരിട്ട് കൊടുത്തത്. ഏതാണ്ട് ആ അർത്ഥത്തിനെ ന്യായീകരിക്കുന്ന തരത്തിലുള്ള ഒരു പ്രകടനമാണ് അവർ കഴിഞ്ഞ ദിവസത്തിൽ നടത്തിയത്. എനിക്ക് ഒരുപാട് നല്ല സുഹൃത്തുക്കൾ നടത്തുണ്ടെങ്കിൽ പോലും പറയാതെ ഇരിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് പറഞ്ഞു പോകുന്നതാണ് ഈ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീ രജന് അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഈ ജാൻമണി വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വളരെ ദയനീയമായിട്ടാണ് അദ്ദേഹം പറയുന്നത്, ഞങ്ങൾ FIR ഇട്ടില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ രജന, ഇന്ന് ഞാൻ TGയോടൊപ്പം രാവിലെ മുതൽ അവിടെ നിന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഫോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഡിവൈസുകൾ, ലാപ്ടോപ്പ് സകലതും എടുത്തുകൊണ്ട് പോയിരിക്കുകയാണ്.
എന്തിനാണ് എടുത്തുകൊണ്ട് പോയിരിക്കുന്നത്? തെളിവുണ്ടാക്കാനെന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ തെളിവ് കണ്ടെത്താനെന്ന് പറഞ്ഞാൽ എടുത്തുകൊണ്ട് പോയി. ഇതിനകത്ത് യാതൊരു ആവശ്യമില്ല. കാരണം അദ്ദേഹം ഒരു യൂട്യൂബ് ചാനലിന് കൊടുത്തിട്ടുള്ള ഒരു ബൈറ്റാണത്, അല്ലെങ്കിൽ ഒരു വീഡിയോ ആണത്. സ്വാഭാവികമായിട്ട് ആ യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെട്ടിട്ടാണ് അത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകേണ്ടത്. അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന ഫോൺ എടുത്തുകൊണ്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. ഈ പ്രായമായ മനുഷ്യനെ എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരം, ഇന്നിപ്പോൾ തിരിച്ച് തിരുവനന്തപുരം നിന്ന് എറണാകുളം ഈ രീതിയിൽ ഓടിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ട്. ഈ ജാൻമണി എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യാത്തേ? ഈ പറയുന്ന ഒരു ആർജവം എന്തുകൊണ്ടാണ് നിങ്ങൾ അവിടെ കാണിക്കാത്തത്? അങ്ങ് തന്നെ പറഞ്ഞല്ലോ, BJP-യുടെ പ്രധാനമന്ത്രിയാണെങ്കിലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്, അതുകൊണ്ട് എല്ലാവരുടെയും പ്രധാനമന്ത്രിയായിട്ടാണ് കാണുന്നത് എന്നുള്ള കാര്യം. നമുക്ക് ലോകത്തിന്റെ മുൻപിൽ മുഴുവനും കേരള സംസ്ഥാനത്തിനകത്തിരുന്നു കൊണ്ട് ഒരു വ്യക്തി ഇത്രയധികം ഹീനമായിട്ടൊരു വ്യക്തിയെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുമോന്നേ? അത് ആ വ്യക്തിയെ കുറിച്ചിട്ട് പോലെ ആ അമ്മയെ കുറിച്ചിട്ടല്ലേ ആ ആരോപണം ഉന്നയിക്കുന്നത്? എന്താണ്, ആ ഭർത്താവ് മരിച്ചുപോയി 3ാമത്തെ വർഷം ആ സ്ത്രീ പ്രസവിച്ചു എന്ന് പറയുമ്പോൾ, ആ അമ്മ പ്രസവിച്ചു എന്ന് പറയുമ്പോൾ എത്ര ഹീനമായിട്ടുള്ള ഒരു ആരോപണമാണ് ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്ത് തരത്തിലുള്ള ഒരു അപലപിക്കൽ ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരിക്കുന്നത്? ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും പ്രതികരിച്ചോ? അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സംവിധാനം, നിങ്ങളുടെ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും പ്രതികരിക്കുന്ന സംവിധാനം ഒരു നടപടി ഉണ്ടായോ? ഇല്ലല്ലോ. പകരം എന്താണ്, നിങ്ങൾ ഇത്രയധികം കേസ് ഉണ്ടാവുകയും 2 ദിവസം ഞങ്ങൾ വലിയ കോലാഹലം സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കിയത് കൊണ്ടും കേരളത്തിനകത്ത് അതൊരു വലിയ ചർച്ചാ വിഷയമാക്കി മാറ്റിയത് കൊണ്ടും സാധാരണ ജനങ്ങളിൽ നിന്ന് പ്രതികരണം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം സോഷ്യൽ മീഡിയ പ്രചരണത്തിലൂടെ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചത് കൊണ്ടും നിങ്ങൾ ഒരു FIR ഇട്ടു എന്ന് വരുത്തി. ആ വരുത്തിയതല്ലാണ്ട് അവർ സ്വന്തം മൊബൈലിലും മറ്റൊക്കെ ആയിരിക്കുമല്ലോ ഷൂട്ട് ചെയ്യാൻ. അവരുടെ ഡിവൈസ് എന്തുകൊണ്ടാണ് നിങ്ങൾ പിടിച്ചെടുക്കാൻ പോവാത്തെ? അവരുടെ അടുത്തേക്ക് നിങ്ങൾ എന്തുകൊണ്ടാണ് പോലീസിനെ അയക്കാത്തത്? നിങ്ങളൊരു പോലീസ് കോൺസ്റ്റബിളിനെ എങ്കിലും പറഞ്ഞു വിട്ടിട്ട് അവരെ ഒന്ന് ഒരു പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിരുത്തി ഒന്ന് ചോദ്യം ചെയ്യാൻ പോലും തയ്യാറാകാത്തത്? അപ്പോൾ നിങ്ങൾ ഇത് രണ്ടും കൂടി നിങ്ങൾ ഒരുമിച്ച് പറഞ്ഞ് മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്നുള്ളതാണ്. ശ്രീ ജനീൽ പുനരൂർ അങ്ങ് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് നേരത്തെ എനിക്ക് മറുപടി പറയണമെന്നുണ്ടായിരുന്നു. അങ്ങ് സവർക്കറുടെ വിഷയം എടുത്തിട്ടായിരുന്നു. സവർക്കറെ കുറിച്ച് ഇങ്ങനെ ചോദ്യം ചോദിച്ചു എന്നുള്ളത് ഞാൻ അങ്ങയോട് ചോദിക്കുകയാണ്. ബ്രിട്ടീഷ് സർക്കാർ ഭരിച്ച കാലയളവിൽ ഏറ്റവും കൂടുതൽ തടവ് ശിക്ഷ വിധിച്ച പ്രതി എന്ന് വിളിക്കപ്പെടുന്ന ആൾ, അല്ലെങ്കിൽ പ്രതി ആരായിരുന്നു? അങ്ങുത്തരം പറയാമോ? അങ്ങുത്തരം പറഞ്ഞാൽ ബ്രിട്ടീഷ് സർക്കാർ ഏറ്റവും അധികം കൂടുതൽ കാലം തടവ് ശിക്ഷയ്ക്ക് വിധിച്ച വ്യക്തി ആരായിരുന്നു? ഉത്തരവുണ്ടോ? ഉത്തരം പറയാൻ പറ്റില്ല കേരളത്തിൽ. ഉത്തരം പറയാനില്ല കേരളത്തില്. ഉത്തരം പറയാനില്ല എന്ന് ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, കോഴിക്കോട് വെച്ചിട്ട് DC ബുക്സ് ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റ് നടത്തി. ആ ലിറ്ററേച്ചർ ഫെസ്റ്റിനകത്ത് ക്രോണിക്ലിംഗ് സവർക്കർ എന്ന് പറഞ്ഞിട്ട് ഒരു ടോപ്പിക് ഉണ്ടായിരുന്നു. ആ ടോപ്പിക്ക് പ്രസന്റ് ചെയ്യാൻ വന്ന ഒരാൾ ഡോക്ടർ വിക്രം സമ്പത്തായിരുന്നു. സവർക്കറുടെ ബയോഗ്രഫി എഴുതിയ ആളാണ്. നമ്മുടെ മനു എസ് പിള്ളയായിരുന്നു ആ സെഷൻ മോഡറേറ്റ് ചെയ്തത്. ഈ വിക്രം സമ്പത്ത് 1 മണിക്കൂർ സംസാരിച്ച് കഴിയുന്ന സമയത്ത് ആ ക്രൗഡ് വലിയ ബഹളം ഉണ്ടാക്കുകയാണ്. ഇത് സവർക്കറിനെ വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് DC ബുക്സ് നടത്തിയ സമ്മേളനമാണ്, അല്ലെങ്കിൽ സെഷൻ ആണ് എന്ന് പറഞ്ഞിട്ട്. അപ്പം മനോസ് പിള്ള നമുക്കറിയാമല്ലോ, ഐവറി ത്രോൺ ഉൾപ്പെടെ എഴുതി പലപ്പോഴും ഈ ഹിന്ദു വിഭാഗങ്ങളുടെ പോലും എതിർചേരിയിൽ നിൽക്കുന്ന ആളെന്ന് അറിയപ്പെടുന്ന ആളാണ് മനോസ് പിള്ള. അദ്ദേഹം ഒരു വലിയ തരത്തിൽ ഇടതുപക്ഷത്തിനും വലിയ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ആളാണ്. മനോസ് പിള്ള അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾക്ക് വിരോധമുള്ള ഭാഗം എന്താണെന്ന് വെച്ചാൽ പറയൂ. അല്ല, നിങ്ങൾക്ക് ഒരു ബുക്കിനോട് വിരോധമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിലും മികച്ചൊരു ബുക്ക് എഴുതി വേണം ഇതിനെ ಖಂಡಿക്കാൻ വേണ്ടി. ഇതിലും മികച്ച ബുക്ക് എഴുതാൻ അവർക്കില്ല. അവർക്ക് വ്യാജമായിട്ടുള്ള കുറെ ആരോപണങ്ങൾ മാത്രമാണുള്ളത്. ഒടുവിൽ ഈ പ്രഷറുകാർ അവിടെ നിൽക്കുന്ന ഒരാൾക്ക് പോലും ഈ പറയുന്ന വിക്രം സമ്പത്ത് പറഞ്ഞതിന്റെ മുകളിലേക്ക് കയറി സവർക്കറിനെ ഇവർ ഉദ്ദേശിക്കുന്ന ഒരു നറേറ്റീവിൽ കൊണ്ടുകെട്ടാൻ സാധിക്കുന്നില്ല. ഇവർ ഉദ്ദേശിക്കുന്ന പോലെ ഒരു ഷൂ നക്കിയോ ചെരുപ്പ് നക്കിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. ഭൗതികമായിട്ട് തകർന്നു പോയവര് അവിടെ ഇരിക്കുന്ന ഒരാൾക്ക് സാധിക്കുന്നില്ല. അവസാനം ഇവർ എന്ത് ചെയ്തു എന്നറിയാമോ? ഇവർ ചെയ്ത കാര്യമാണ് കേരളം കേൾക്കേണ്ടത്. ഇവര് DC ബുക്സിന്റെ അകത്ത് വലിയ പ്രശ്നം ഉണ്ടാക്കി. വിക്രം സമ്പത്തിനെ അടിക്കാൻ പിടിച്ചു. കേരളത്തിൽ നടന്ന സംഭവമാണ്. വിക്രം സമ്പത്തിനെ അടിക്കാൻ പിടിച്ചു. ഭൗതികമായിട്ട് ചർച്ച ചെയ്ത് ജയിക്കാനുള്ള ആംബിയർ ഇല്ലാതെ വരുമ്പോൾ കേരളത്തിലെ സോ കോൾഡ് ഇസ്ലാമിസ്റ്റ് ലെഫ്റ്റ് വിഭാഗം ചെയ്യുന്ന ഒരു പണിയാണിത്. കാരണം എന്താണ്? ആൾക്കൂട്ടം കാണിച്ച് ഭീഷണിപ്പെടുത്തുക എന്ന് പറയുന്നത്. അവസാനം അവർ വളരെ കഷ്ടപ്പെട്ട് അദ്ദേഹത്തെ കാറിന്റെ അകത്ത് കൊണ്ടാക്കി അദ്ദേഹത്തെ അവിടെ നിന്ന് രക്ഷിച്ചു വിടുകയാണ് ചെയ്തത്. ഒരു മനുഷ്യൻ സത്യം പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾക്ക് സംസാരിച്ച് ജയിക്കാനുള്ള ത്രാണി ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. അതിനുശേഷം DC ബുക്സിനെ ഭീഷണിപ്പെടുത്തി. നിങ്ങൾ എന്നും നോക്കിയാൽ മനസ്സിലാവും, ആ കോഴിക്കോട് നടന്നിട്ടുള്ള DC-യുടെ ലിറ്ററേച്ചർ ഫെസ്റ്റിന്റെ അകത്ത് ഒരേ ഒരു സെഷൻ മാത്രമാണ് യൂട്യൂബിൽ നിന്ന് റിമൂവ് ചെയ്യപ്പെട്ടത്. അത് സവർക്കറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയമായിരുന്നു. നിങ്ങൾക്ക് അതിനകത്ത് ആർജവം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടിയിരുന്ന കാര്യം അതേ വിക്രം സമ്പത്തിനെ വിളിച്ചിരുത്തിയിട്ട് നിങ്ങളുടെ പക്ഷത്തു നിന്നുള്ള ഒരു ലെഫ്റ്റ് ഇന്റലക്ച്വലിനെ അവിടെ കൊണ്ടിരുത്തി അദ്ദേഹവുമായിട്ട് സംവദിക്കുക എന്നുള്ളതായിരുന്നു. വർഷം 5 ആയി അത് കഴിഞ്ഞിട്ട്. ഇതുവരെയും കേരളത്തിലെ ഇസ്ലാമോ ലെഫ്റ്റിന് അതിന് സാധിച്ചിട്ടില്ല. പകരം എന്താ ചെയ്യുന്നത്? ഇപ്പോഴും ഓടുവാണ്, അയ്യോ സവർക്കർ എന്ന് പറഞ്ഞിട്ട്. സവർക്കറുടെ ബുക്കിനോ സവർക്കറുടെ പേരിനോ ആദ്യമായിട്ടല്ല ഈ ഭാരതത്തിനകത്ത് ഇത്രയും വലിയ ഒരു അപജയം അല്ലെങ്കിൽ ആക്രമണം നേരിടേണ്ടി വരുന്നത്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. ആ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്ന പുസ്തകം 1906 7 മറ്റോ അദ്ദേഹം എഴുതുന്നത്. ആ പുസ്തകം അച്ചടിക്കപ്പെടുന്നത് വരെ ഏറ്റവും വലിയ രാജ്യദ്രോഹമായിട്ടായിരുന്നു ബ്രിട്ടീഷുകാർ കരുതിയിരുന്നത്. അവരതിന് നിയമം ഉണ്ടാക്കി. അവരതിനെതിരായിട്ട് അത്രയധികം നടപടികൾ എടുത്തു. എത്രയൊക്കെ രാജ്യങ്ങളിൽ പോയി എന്നറിയാമോ? അത് പ്രിന്റ് ചെയ്തിട്ടാൻ വേണ്ടി ഇന്ത്യയിൽ പ്രിന്റ് ചെയ്യാൻ പറ്റില്ല, ബ്രിട്ടനിൽ പ്രിന്റ് ചെയ്യാൻ പറ്റില്ല, ഫ്രാൻസിൽ പ്രിന്റ് ചെയ്യാൻ പറ്റില്ല. അവസാനം ഹോളണ്ടിൽ കൊണ്ടുപോയിട്ടാണ് അതിനെ പ്രിന്റ് ചെയ്യുന്നതും അതിനെ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നത് പോലും സാഹസികമായിട്ടുള്ള ഒരു യാത്രയാണ്. അപ്പൊ സവർക്കറുടെ ഒരു ചോദ്യത്തിനെതിരെ അല്ലെങ്കിൽ സവർക്കറുടെ പേരിൽ വരുന്ന ഒരു വിഷയത്തിനെതിരായിട്ട് ഒരു പ്രശ്നം ഉണ്ടാകാൻ തുടങ്ങിയിട്ട് 100 കഴിഞ്ഞു നമ്മുടെ നാട്ടിനകത്ത്. അപ്പൊ
അപ്പോൾ സവർക്കർക്കും ഇത് പുത്തരിയല്ല, സവർക്കറിനെ അനുകൂലിച്ചുകൊണ്ടിരുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുത്തരിയല്ല. കാരണം നിങ്ങൾക്ക് സംസാരിക്കാൻ അറിയില്ല, നിങ്ങൾക്ക് ആ വിഷയത്തിനകത്ത് ബൗദ്ധികമായിട്ട് ഒരു വിഷയം ഉന്നയിക്കാനും സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ പ്രശ്നം. ജാമ്യം കൊടുത്തത്? ഒരു കാര്യത്തിൽ മറുപടി പറയാതെ ശ്രീ യുവരാജ് ഗോകുൽ ചോദിച്ചു, ഈ സവർക്കറിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞു, വളരെ വിശാലമായ അർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തോട് എനിക്കൊന്ന് പറയാം, എന്നോട് ചോദ്യം തന്നെ ചോദിച്ചു, ആ ചോദ്യത്തിന് മറുപടി പറയേണ്ട ബാധ്യതയുണ്ട്. അദ്ദേഹം ആ ചോദ്യം ചോദിച്ച അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളത്, ഈ കോട്ട പൊളിച്ചു വന്നവരോട് കോഴിക്കോട് കുലുക്കിയ കഥ പറഞ്ഞ പോലെ ആയിപ്പോയി താങ്കളുടെ വർത്താനം. വല്ലപ്പോഴും ഒന്ന് ഡൽഹി പോകണം, അവിടെ റെഡ് ഫോർട്ട് ഉണ്ട്. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാട്ടം നടത്തിയ 1,00,000-ഓളം സ്വാതന്ത്ര്യ സമര പോരാളികളുടെ പേര് ഇന്ന് ഈ BJP-യുടെ അധിനിവേശം നടക്കുന്ന ഈ കാലത്തോടെ കുത്തിവെച്ചിട്ടുണ്ട്. അതൊന്ന് നോക്കണം. താങ്കൾ പറഞ്ഞല്ലോ സവർക്കർ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ പങ്കാളിയായില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പങ്കാളിയായി ആൻഡമാൻ ജയിലിൽ പോയി. പക്ഷെ എന്താണ് ഉണ്ടായത്? മാപ്പെഴുതി കൊടുത്തു. ഒന്നല്ല, 4 പ്രാവശ്യം. ബ്രിട്ടീഷുകാർ പറയുന്നത് പോലെ ഞാൻ ജീവിച്ചു. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനല്ല മൈസൂർ സിംഹം ഹൈദരലി എവിടെ? മാപ്പെഴുതി ജയിൽ മോചിതനായ സവർക്കർ തുല്യതയില്ലാത്ത പോരാട്ടമാണ് ഇടതുപക്ഷം സ്വാതന്ത്ര്യ സമര കാലത്ത് നടത്തിയത് എന്ന് പറയുന്നതിനോട് ഞാൻ പരിപൂർണമായി യോജിക്കുകയാണ്. കാരണം അവര് നടത്തിയതുപോലെയുള്ള പോരാട്ടം ലോകത്ത് വേറെ ആരും നടത്തിയിട്ടില്ലാന്നേ. PC ജോഷി ജയിലിലായി 1 വർഷം കഴിഞ്ഞപ്പോൾ അവർക്ക് എഴുതിയ കത്ത് എന്ന് പറയുന്നത് ഞങ്ങളുടെ പ്രസ്ഥാനം നിങ്ങളുടെ കൂടെ നിന്ന് തരും എന്നുള്ള തലത്തിലാണ് എഴുതിയിരിക്കുന്നത്. 1942 ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് നടക്കുന്ന സമയത്ത് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിനെ ഞങ്ങൾ ഒറ്റ തരാം എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ ഭാഗത്തു നിന്നുള്ള കമ്മ്യൂണിക്കേഷൻ അങ്ങോട്ടേക്ക് പോയിട്ട്. PC ജോഷി അല്ലോട്ട് ആദ്യം പറഞ്ഞ എസ് എ ഡാങ്കിയാണ്, മാറിപ്പോയി, ക്ഷമിക്കണം, എസ് എ ഡാങ്കിയാണ്. രണ്ടാമതാണ് PC ജോഷി മുതലുള്ളവരുടെ കഥ ആരംഭിച്ച് ഇങ്ങോട്ടേക്ക് വരുന്നത്. AKG ഉൾപ്പെടെയുള്ളവര്, EMS ഉൾപ്പെടെയുള്ള ആൾക്കാര് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നത് 1942 ഏപ്രിൽ മാസം 23-ാം തീയതി ബ്രിട്ടീഷുകാരോട് കത്തെഴുതിയിട്ട് ഞങ്ങൾ ഏതൊക്കെ തലത്തിൽ നിങ്ങളോടൊപ്പം സഹകരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷക്കാർ എഴുതിയിരിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള രേഖകൾ ഇന്ന് ചരിത്രത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ മുമ്പിലുള്ളതാണ്. ഇതൊരു പുതിയ കഥയോ അല്ലെങ്കിൽ ഇല്ലാത്ത കഥയോ കെട്ടിച്ചമയ്ക്കപ്പെട്ട കഥയോ ഇടതുപക്ഷക്കാർക്ക് പോലും നിഷേധിക്കാൻ സാധിക്കാത്ത കഥയാണ്. ഇടതുപക്ഷക്കാർ അതിന് പുതിയൊരു മാനം ചമച്ചിട്ടുണ്ട്. ഞങ്ങൾ ഹിറ്റ്ലറിനെ എതിർക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ബ്രിട്ടീഷുകാർക്ക് വിടുപണി ചെയ്യാൻ വേണ്ടിയിട്ട് പോയതെന്ന് ഇവർ എഴുതി വെച്ചിരിക്കുന്ന സാധനങ്ങളുണ്ട്. എന്താണ്? ബ്രിട്ടീഷുകാർ ഇവിടെ തുടരുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും. നിങ്ങളുടെ റിക്രിയേഷന് വേണ്ടിയിട്ട് ഞങ്ങൾ വിദ്യാർത്ഥികളെ വിട്ടുതരും. എഴുതി വെച്ചിരിക്കുന്ന വൃത്തിയട്ടവന്മാരാണ്, കത്തെഴുതി വെച്ചിരിക്കുന്നവന്മാരാണ്. ഇവരാണ് ഇവിടെ വന്നിരുന്നിട്ട് പറയുന്നത് ഞങ്ങൾ തുല്യതയില്ലാത്ത പോരാട്ടമാണ് നടത്തിയതെന്ന്. നിങ്ങളുടെ സ്ഥാപനങ്ങൾ, ഏത് സ്ഥാപനങ്ങൾ? പ്രിന്റിംഗ് സ്ഥാപനങ്ങൾ എങ്ങനെയാണെന്ന് തുടങ്ങിയത്? പീപ്പിൾസ് വാർ എന്ന് പറയുന്ന ഒരു ജേണൽ ഉണ്ടായിരുന്നു നിങ്ങൾക്ക്. അതിന്റെ ചരിത്രം എന്തായിരുന്നു? അതിനകത്ത് മുഴുവൻ പബ്ലിഷ് ചെയ്യപ്പെട്ട എന്തായിരുന്നു? നിങ്ങൾ ഇന്ന് സവർക്കറെ ചെരുപ്പ് നക്കി ഷൂ നക്കി എന്നൊക്കെ വിളിക്കുന്നുണ്ട്. നിങ്ങൾ ആ കാലഘട്ടത്തിൽ ചെരുപ്പ് നക്കി ഷൂ നക്കിയത് ആരെയാണെന്ന് അറിയാമോ? സാക്ഷാൽ സുഭാഷ് ചന്ദ്രബോസിനെ. എന്തിന്റെ പേരിലായിരുന്നു? ബ്രിട്ടീഷുകാർക്ക് കൊടുത്ത വാക്കായിരുന്നു. ഞങ്ങള് നിങ്ങൾക്കെതിരായിട്ട് പോരാടുന്ന ആൾക്കാർക്കെതിരായിട്ട് ഒരു വികാരം ഇന്ത്യൻ സാമാന്യ ജനങ്ങൾക്കിടയിൽ സൃഷ്ടിക്കാമെന്ന് പറഞ്ഞിട്ട് സുഭാഷ് ചന്ദ്രബോസിനെ ഏതൊക്കെ തലത്തിൽ അന്ന് കാരിക്കേച്ചർ വരച്ചു വെച്ചത് നിങ്ങൾ. എന്നിട്ട് നിങ്ങൾ ഇവിടെ വന്നിരുന്നിട്ട് തുല്യതയില്ലാത്ത പോരാട്ടം നടത്തിയ കഥ പറയുകയാണ്. നിങ്ങൾ പോരാട്ടമല്ല നടത്തിയത്, നിങ്ങൾ തുല്യതയില്ലാത്ത പൊറോട്ട അടിയാണ് നടത്തിയത്. ആ പൊറോട്ട അടിച്ചത് മുഴുവനും ബ്രിട്ടീഷുകാരുടെ അടുക്കളയ്ക്കകത്തായിരുന്നു നിങ്ങൾ ചെന്നിരുന്ന് പൊറോട്ട അടിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ വന്നിരുന്നത് സ്വാതന്ത്ര്യ സമരത്തിൽ പോരാടിയ കഥയെന്ന് പറയരുത്. ആ പോരാടിയ കഥ ജനസാമാന്യത്തിന് അറിഞ്ഞുകൂടാ. നിങ്ങൾ എന്തുകൊണ്ടാണ് പല സ്കീമിനെ എതിർക്കുന്നതെന്ന് അറിയാം. ഇവിടുത്തെ വിദ്യാഭ്യാസപരമായിട്ടുള്ള വിഷയങ്ങളിൽ വിദ്യാഭ്യാസത്തിന്റെ മൊത്ത കുത്തക നിങ്ങൾ എടുത്ത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ചരിത്രം മൊത്തം ഇവിടുത്തെ കുട്ടികൾ പഠിച്ചു പോകുമെന്നുള്ള പേടി. അല്ലാണ്ട് ഇവിടെ സംഘവൽക്കരണം നടക്കുമോ, ഹിന്ദുത്വവൽക്കരണം നടക്കുമോ, കാവ്യവൽക്കരണം നടക്കുമോ? ഇതൊന്നും അല്ല നിങ്ങളുടെ പ്രശ്നം. നിങ്ങളുടെ ചരിത്രം ആരെങ്കിലും, യഥാർത്ഥ ചരിത്രം ആരെങ്കിലും പഠിപ്പിക്കുമോ എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ പ്രശ്നം. അല്ലാണ്ട് മറ്റൊരു പ്രശ്നവും നിങ്ങൾക്കില്ല.